അവിടെ അത് കാണുന്നത് എന്താ അറിയോ, അത് ആളെ പേടിപ്പിക്കാൻ വേണ്ടി നിൽക്കുമെന്നല്ല, അത് പിന്നെ ഒരു ലൈറ്റാണ്, സ്ട്രീറ്റ് ലൈറ്റാണത്. അപ്പോൾ അതിൻ്റെ കോലം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ചിരി വരും. പിന്നെ അറിയാത്തവരൊക്കെ ആണെങ്കിൽ കാണിക്കേണ്ട മര്യാദ ഇവിടുത്തെ മലയാളികൾ ആരും കാണിക്കുന്നില്ല. കാണിച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ കണ്ടത് പറയുന്നു മാത്രം. അപ്പോൾ രണ്ടാമത്തേതും പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ, ആദ്യത്തെ പറഞ്ഞ പോലെ ധൃതി എനിക്ക് പ്രശ്നമല്ല, ഞാൻ അത് കാണാൻ വേണ്ടി എന്താ കയറില്ലേന്ന് അറിയണ്ടേ. ഇവിടെ ഗതാഗതക്കുരുക്കിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം, നമ്മൾ ഈ റോഡിൽ യാത്രക്കാർക്ക്, അതായത് പാസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് നമുക്ക് മുൻഗണന കൊടുക്കേണ്ടത് കേട്ടോ. അത് ചില സമയത്ത് നമുക്ക് പറ്റിയെന്ന് വരില്ല, നമ്മുടെ സാഹചര്യം അങ്ങനെയാവും, പറയാൻ പറ്റില്ല. എപ്പോഴും ഒരേപോലെ ആവില്ല. ഒരു നദി ഒഴുകുന്നത് എപ്പോഴും ഒരേ അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ മണ്ണാർക്കാടിൻ്റെ സ്വന്തം സ്കൂളായ KTM ഹൈസ്കൂളിൽ, അതേപോലെ തന്നെ GM UP സ്കൂളിലും കേരള കലോത്സവം, മണ്ണാർക്കാട് സബ് ജില്ലാ കലോത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബ്ലോക്കും കൂടിയാണ് ഇന്നത്തെ ഒരു വിഷയം. അപ്പോൾ നമ്മുടെ വിവിധ സ്ഥലത്തുനിന്ന് വന്ന ഒരുപാട് കലാകാരികളും കലാകാരന്മാരും ഒക്കെ ചേർന്നിട്ടുള്ളൊരു വിസ്മയം തന്നെയാണ് ഇപ്പോൾ 4 ദിവസമായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്നാണ് അവസാനത്തെ കലോത്സവം. അപ്പോൾ ഏകദേശം കഴിയാനായെന്ന് തോന്നുന്നുണ്ട്. നമ്മളിവിടെ പോയിട്ടില്ല. അപ്പോൾ നമുക്ക് അവിടുത്തെ സ്ഥിതികളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നല്ല തിരക്കാണ്. ഒക്കെ ചെറുപ്പക്കാരുമാണ് അധികം. പിന്നെ കുട്ടികളുണ്ട്. പക്ഷേ മാതാപിതാക്കളെ, പേരൻസിനേക്കാളും കൂടുതൽ ചെറുപ്പക്കാരുമാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയി നോക്കണം. പക്ഷേ അതിന് മുന്നേ ഇവിടെ കുറച്ച് മുന്നേ കോട്ടിപ്പടി ഇറക്കത്തിൽ വെച്ചിട്ട് ഒരു ഓട്ടോറിക്ഷയും കാറും കൂടി ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ നാട്ടുകാരാണ്. അപ്പോൾ വട്ടമ്പലത്തേക്ക് അവരെ കൊണ്ടുപോയിട്ടുണ്ട്. കാര്യമായിട്ട് പരിക്ക് എന്ന് പറയുമ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ച ആൾക്ക് അത്ര കാര്യമായിട്ട് പരിക്കില്ല. നെറ്റിയിൽ ഒരു ചെറിയൊരു മുറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ വേറെ 2 ആളും കൂടി ഉണ്ട്. ആ 2 ആളിൽ ഒരാൾക്ക് താടിയുടെ എല്ല് പൊട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത്രയും വലിയൊരു ശ്രദ്ധക്കുറവ് എന്ന് മാത്രം പറയാം. കാരണം അവിടെ ആ വളവിൽ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രം സംഭവിച്ചാണ്. പിന്നെ അമിതമായിട്ടുള്ള സ്പീഡ് പറയുമ്പോൾ കാറിനെ പോലെ ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ കഴിയില്ല. പക്ഷെ എന്നാലും ഒരു 70 അല്ലെങ്കിൽ 65 ആ സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രണം തെറ്റും. പിന്നെ ചെറുതായിട്ട് മഴ നനഞ്ഞിട്ടുണ്ട് റോഡ്. അപ്പോൾ അതിൻ്റെ ആണോ എന്നറിയില്ല. അപ്പോൾ അത്യാവശ്യം വണ്ടിക്ക് കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം എന്താണ് അവിടുത്തെ വിവരം എന്നുള്ളത്. ഈ വണ്ടി മാറ്റിയിട്ടോ എന്നറിയില്ല. ഈ വൈകുന്നേരം ആയാൽ ഇവിടെ ഭയങ്കര തിരക്കാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ടാവും. ഇത് ഇന്നത്തെ തിരക്ക് കൂട്ടുന്ന എന്നും പൊതുവെ ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു നഗരം എന്ന് പറയുന്നത് മണ്ണാർക്കാടാണ്. കാരണം മറ്റുള്ള സ്ഥലത്തൊന്നും ഇത്ര വലിയ ഗതാഗത കുരുക്ക് എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് പിന്നെ റോഡിൻ്റെ മര്യാദകൾ അറിയാണ്ടല്ല, അവർ ചെയ്യാണ്ടുമല്ല. പക്ഷേ ഇത് മെയിനായിട്ട് വരുന്നത് കോഴിക്കോട് പാലക്കാട് ദേശീയ പാതയാണ്. അപ്പോൾ കോഴിക്കോട്ടിൽ നിന്നും പാലക്കാട്ടിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും അതേപോലെ മംഗലാപുരം ഒരുപാട് സ്ഥലത്തു നിന്ന് കർണാടക, വയനാട് ആ സ്ഥലത്തേക്കൊക്കെ അവിടേക്കും ഇവിടേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പാസ് ചെയ്യുന്ന ഒരു ഏരിയയും കൂടിയാണ്. കാരണം ടൂറിസത്തിൻ്റെ ഒരു മേഖലയും കൂടിയാണ് നമ്മുടെ പാലക്കാട്, കോഴിക്കോട്, മണ്ണാർക്കാട് സ്ഥലം. അപ്പോൾ അട്ടപ്പാടിക്ക് പോകേണ്ടവരുണ്ടാവും, മുള്ളിക്ക് പോകേണ്ടവരുണ്ടാവും, പല സ്ഥലത്തേക്ക് പോകേണ്ടവരുണ്ടാവും. അതൊക്കെ ഈ വഴിയിലൂടെയാണ് അധികം പോവാറ്. അപ്പോൾ അതുകൊണ്ട് മാത്രം ആണ് എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ
ഇവിടെ ഗതാഗതക്കുരുക്കിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം നമ്മൾ ഈ റോഡിൽ യാത്രക്കാർക്ക്, അതായത് പാസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് നമുക്ക് മുൻഗണന കൊടുക്കേണ്ടത്. ഇപ്പോൾ അത് ചില സമയത്ത് നമുക്ക് പറ്റിയെന്നില്ല, നമ്മുടെ സാഹചര്യം അങ്ങനെയാവും, പറയാൻ പറ്റില്ല. എപ്പോഴും ഒരേപോലെ ആവില്ല. ഒരു നദി ഒഴുകുന്നത് എപ്പോഴും ഒരേ വേഗതയിലായിരിക്കില്ല എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ റോഡിൽ വാഹനങ്ങൾ ചിലപ്പോൾ സ്പീഡ് പോകേണ്ട അവസ്ഥയൊക്കെ വരും. പക്ഷേ നമ്മൾ നിയന്ത്രിക്കാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ പ്രശ്നം തന്നെയാണ്. ഇവിടെ വണ്ടി നിർത്തിയപ്പോൾ PGM ഗോൾഡിൻ്റെ ഡോറ് തുറന്നു. അപ്പോൾ അതിന് AC-യുടെ തണുത്ത കാറ്റ് റോട്ടിക്ക് വരിക, നല്ല കൂളിങ്. അപ്പോൾ ഒരു ചെറിയൊരു മൂടലിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ ഒരു മൂടൽ രാവിലെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ സൂര്യൻ്റെ അസ്തമയം കാണാൻ നല്ല ഭംഗിയാവും. അപ്പോൾ ഈ ശരിക്കും എല്ലാവരും ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ വഴി നോക്കുകയാണ്. കിട്ടിയ വഴി കൂടെ പാസ് ചെയ്യാം. അത് റോഡിൻ്റെ റൂൾസോ റോഡിൻ്റെ മര്യാദകളൊന്നും ഇവിടെ നടക്കില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും തിരക്ക് പിടിച്ചൊരു ജീവിതത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് വീട്ടിൽ പോയിട്ടോ ഇല്ലെങ്കിൽ ഓഫീസിൽ പോയിട്ടോ ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കാൻ പോയാലും അവിടെയൊന്നും ഒരു അർജൻറ്റും കാണില്ല. അപ്പോൾ ആർക്കും നിൽക്കാനൊഴിവില്ല എന്ന് പറയും, പക്ഷേ എല്ലാവർക്കും നിൽക്കാനൊഴിവുണ്ട്, പക്ഷെ ആരും നിന്ന് തരില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ ലൈൻ ട്രാഫിക് എന്ന് പറഞ്ഞത് ബൈക്കുകാർക്ക് അറിയാണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ. അവർ നമ്മൾ കുറ്റം പറയാന്നല്ല, അവരിങ്ങനെ കയറി വരുന്നതാണ്. ലൈൻ ട്രാഫിക് സെൻറ്ററിൽ കൂടെ വരുന്നതാണ്, ചിലപ്പോൾ നമ്മുടെ വരയുടെ ഉള്ളിൽ കൂടെ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സിഗ്നൽ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നാണ് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഇവിടെ അപകടം നടന്ന സ്ഥലത്ത് എത്താറായി. അപ്പോൾ അത് എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് നോക്കണം എന്താണ് എന്നുള്ളത്. അപ്പോൾ ഏകദേശം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സുഹൃത്തുക്കളോട്, നിങ്ങൾ ഏതൊരു വണ്ടി എടുത്തിട്ട് റോഡിലേക്ക് ഇറങ്ങുകയാണെങ്കിലും ഏകദേശം അതിൻ്റെ നീളവും വീതിയും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് വാഹനത്തെ നിയന്ത്രിക്കാനുള്ളൊരു കഴിവുണ്ടാവുള്ളൂ. അപ്പോൾ അവിടുത്തെ രണ്ട് വാഹനങ്ങളുടെ അവസ്ഥ നോക്കുമ്പോൾ ശരിക്കും ഓട്ടോ റോങ് ആയിട്ട് കയറിക്കാണെന്നാണ് നമുക്ക് തോന്നാൻ കഴിയുന്നത്. കാരണം ഇവർ കോഴിക്കോട് ഭാഗത്തുനിന്നും കാറുകാരെ പാലക്കാട് ഭാഗത്തുനിന്നും വരെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു ടിപ്പർ നിങ്ങൾ പാസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. ഈ പാസ് ചെയ്യുമ്പോൾ ഈ ഓട്ടോക്കാരൻ ശരിക്കും ആ വളവിൽ, ചെറിയ വളവിൽ വാഹനം വരില്ല എന്ന് കരുതിയിട്ട് കയറിപ്പോയതാണ്. അപ്പോൾ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കേണ്ടത് വാഹനം വളവാണെങ്കിലും സ്ട്രൈറ്റ് റോഡാണെങ്കിലും നമുക്ക് വാഹനങ്ങൾ വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി പോകണം. നമ്മളൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വളവുകളിൽ ഓവർടേക്ക് ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. അത് നിങ്ങൾക്കൊരു 10 സെക്കൻഡ് 20 സെക്കൻഡ് ക്ഷമിക്കാനുള്ള കഴിവ് അവിടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലത്തെ അപകടങ്ങൾ ചെന്ന് ചാടും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ വലിയ ഹോസ്പിറ്റലിൽ പിന്നെ പൈസ കൊടുത്തിട്ട് നമ്മളവിടെ കിടക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഒരു KSRTC ആണ്. അപ്പോൾ ഈ KSRTCൻ്റെയൊക്കെ നിങ്ങൾ പ്രത്യേകം ബഹുമാനം കൊടുക്കണം കേട്ടോ. ഇല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് കൊണ്ട് ഒറ്റ അടിയാവും.
അത് അടിക്കുന്നത് നമ്മളറിയില്ല. അപ്പോൾ ഇവർക്കൊക്കെ ശരിക്കും ഗണേഷ് കുമാർ കൊടുക്കേണ്ട ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ പ്രൈവറ്റ് ബസ്സുകാരെ മേലിൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ആണ് ഇവിടുത്തെ തോന്നിവാസം. അത് ഒരു ബസ്സിൻ്റെ മുന്നിൽ ഒരു കുപ്പി വെച്ചോ എന്നും പറഞ്ഞിട്ട് ഒരു ഡ്രൈവറെ സ്ഥലം മാറ്റിയുണ്ടായി. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, ഒരു കടുംപിടുത്താണ്. ഇത് ഈ കേരളത്തിൽ നടക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഒന്നാമത് എന്താ അറിയോ, ജനങ്ങൾക്ക് പിന്നെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടിരുന്നു. അതാണ് ആരും ഒന്നും ശബ്ദിക്കാത്തത്. അനാവശ്യ കാര്യത്തിന് മാത്രം ശബ്ദിച്ചിട്ട് കാര്യമല്ലോ. അത് അവിടെ അലക്ഷ്യമായിട്ടാണ് ഇൻഡിക്കേറ്റർ ഇട്ട് പോണത്. അപ്പോൾ വരുന്നവരെന്ത് കരുതും, പോണവരെന്ത് കരുതും? അപ്പോൾ അതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. റോഡിൽ കാണിക്കേണ്ട മര്യാദ ഇവിടുത്തെ മലയാളികൾ ആരും കാണിക്കുന്നില്ല. കാണിച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളിങ്ങനെ കണ്ടത് പറയുന്നു മാത്രം. അപ്പോൾ ഒന്നാമത് രണ്ടാമത്തതും പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ, ആദ്യത്തെ പറഞ്ഞ പോലെ ധൃതി നമ്മളിപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കണോ, അല്ലെങ്കിൽ ഒരു വണ്ടി പോയിട്ട് ഞാൻ പോയാൽ മതിയോ, അല്ല ആ വണ്ടി വരുമ്പോൾ നമ്മളൊന്ന് സൈഡാക്കാം എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. ഒക്കെ എന്താ അറിയോ, അവൻ പോയിട്ട് ഞാൻ പോയാൽ മതി, ഇല്ല ഞാൻ പോയിട്ട് അവൻ പോയാൽ മതി. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ഓരോ ചിന്താ മനോഭാവം. എന്ത് മനോഭാവമായിട്ടും നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല കേട്ടോ. നമ്മുടെ കേരളം നാശിച്ച് നാറാണക്കല്ല് എടുത്തു പറയില്ലേ. അപ്പോൾ നമുക്കിനി കുറച്ച് അവിടെ സ്കൂളത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവാനാണ് ചാൻസ്. അപ്പോൾ നമുക്കൊന്ന് പോയോക്കാം എന്താണെന്നുള്ളത്. ഞാൻ സുഹൃത്തുക്കളോട് പറയാണ്, നമ്മളിപ്പോൾ ഈ സബ് ജില്ലാ കലോത്സവത്തിന് ഒരുപാട് സ്കൂളിൽ നിന്ന് ബസ്സുകൾ വണ്ടി വിളിച്ചിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് കുട്ടികളെ കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ തിരിച്ചു പോകുമ്പോൾ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഡാൻസും ഒക്കെ കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ റോഡിൽ പരമാവധി ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. അപ്പോളേ അവിടെ നമ്മുടെ KTM സ്കൂളിൽ പോയി എന്ന് മാത്രമല്ല, അവിടെ നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള ആൾക്കാരല്ല, ഒക്കെ കലാപരിപാടികൾ കാണാനും ആസ്വദിക്കാനും അതേപോലെ കമ്മ്യൂണിക്കേഷൻ നടത്താനും പഴയ സുഹൃത്ത് ബന്ധങ്ങളെ പുതുക്കാനും വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാ സജ്ജീകരണങ്ങളുണ്ട്. പോലീസിൻ്റെ ഒരു സംവിധാനം കൂടി ഉണ്ട് അവിടെ. എന്തെങ്കിലും പെട്ടെന്ന് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് 2K പിള്ളേരെയാണ്. അപ്പോൾ അവരെന്താ ചെയ്യുക എന്താ പറയുകയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് അവിടെ സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടുത്തെ പരിപാടികളൊക്കെ കണ്ടു കാരണം
അതിപ്പോൾ ഞാൻ ശബ്ദം കേൾപ്പിക്കുന്നില്ല, കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു വീഡിയോയിൽ കോപ്പിറൈറ്റ് 2-3 വട്ടം കിട്ടി വാണിങ് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് പിന്നെ സൗണ്ട് കേൾപ്പിക്കുന്നില്ല, നിങ്ങളിങ്ങനെ കണ്ടാൽ മതി ഏകദേശം. എന്നാലും അടിപൊളി പരിപാടി തന്നെയാണ്. അപ്പോൾ വിജയം ആർക്കാണ് എന്നുള്ളത് ഇന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് നേരെ അതൊക്കെ കഴിഞ്ഞ് നേരെ താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ തിരക്ക് കൂടി വരികയാണെന്ന് പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വാഹനങ്ങളുടെ ബ്ലോക്കും പിന്നെ അതേപോലെ തന്നെ ഓരോ പിന്നെ അവിടുത്തെ പോലീസുകാർ ട്രാഫിക്കത്തെ അവർ ഭയങ്കര നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ എത്ര കഷ്ടപ്പെട്ടാലും ഒരു കാര്യമില്ല, അപ്പോഴും പറയണ അവർ വേറെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ തീർച്ചയായിട്ടും. അപ്പോൾ റോഡിൽ നിങ്ങൾ മര്യാദയ്ക്ക് വാഹനം ഓടിക്കുക, അപകടങ്ങൾ ഉണ്ടാക്കാതെ. അപ്പോൾ തെറ്റ് സംഭവിച്ചിട്ട് അവനെയാണ് ഇവനാണ് എന്ന് ഒരിക്കലും നിങ്ങൾ തർക്കിക്കാൻ നിൽക്കരുത്. അപ്പോൾ അത് ഈ തർക്കത്തിനുള്ള അവസരം ഉണ്ടാക്കാതെ നല്ല രീതിയിൽ വാഹനം ഓടിക്കുക. പിന്നെ ഇന്ന് ഒരു 10 മണിക്ക് ഏകദേശം ഒരു 10-11:30 മണിയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് പോണ വഴി തന്നെ ഒരു ലോറി കുടുങ്ങി പറഞ്ഞാൽ ഫുള്ള് കട്ട വെച്ച ഒരു ലോറിയാണ്. ഹോളോ ബ്രിക്സിൻ്റെ തോന്നുന്നുണ്ട്. അപ്പോൾ ഓട് കൊണ്ടുവരുന്ന വണ്ടി, അത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി കയറ്റത്തിൽ നേരെ താഴത്തേക്ക് ഇറക്കണം, പക്ഷെ പറ്റില്ല. അത് ഓവർലോഡായിട്ട് ഒരു സൈഡ് ചെരിഞ്ഞത് കൊണ്ട് ചിലപ്പോൾ മറിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ തന്ത്രപരമായ നീക്കം കൊണ്ട് ഒരു കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടങ്ങാറായിരുന്നു. ഞാൻ അങ്ങനെ നോക്കി കണ്ടു. അപ്പോൾ നമ്മുടെ ഒരു നിർദ്ദേശം കൊണ്ട് അത് അവിടെ പിന്നെ ഒരു സൈഡിലേക്ക് മാറ്റാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളതൊന്ന് കാണുക. നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, പ്രഷറുമില്ല. പക്ഷേ എല്ലാവർക്കും ധൃതിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇവിടുത്തെ ഒരു സൺസെറ്റ് കാണിച്ചു തരാം. അത് കട്ട ചെയ്തില്ല. അങ്ങനെ ഒരു ചെറിയൊരു അസ്തമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ താഴെ നമ്മുടെ ചുരത്തിൽ വാഹനങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ ഇത് 2 ഭാഗമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെ പിന്നെ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലാണ്. കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് പറയുമ്പോൾ താഴെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി, ഇവിടെ മേലെ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തും നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കാട് പിടിച്ചിട്ട്, മൊത്തം കാട് പിടിച്ചിട്ട് ആകെ എന്താ പറയുക, പുല്ലും പൊന്തിയും അപ്പിയും കുറുന്തോട്ടിയും മരങ്ങൾക്ക് വരെ ഇലക്ട്രിക് പോസ്റ്റിന് വരെ ഡിസൈൻ കൊടുത്തിരിക്കുകയാണ്. അത് അവിടെ അത് കാണാൻ എന്താ അറിയോ, അത് ആളെ പേടിപ്പിക്കാൻ വേണ്ടി നിൽക്കുമെന്നല്ല, അത് പിന്നെ ഒരു ലൈറ്റാണ്, സ്ട്രീറ്റ് ലൈറ്റാണത്. അപ്പോൾ അതിൻ്റെ കോലം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ചിരി വരും. പിന്നെ അറിയാത്തവരൊക്കെ ആണെങ്കിൽ ശരിക്കും എന്താണ് പേടി ആവും രാത്രിയിലൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇവിടുത്തെ കോലം ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇത് ക്ലീൻ ആക്കിയതാണ്. പിന്നെ അതേപോലെ തന്നെ പുല്ലും പൊന്തയും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ റോഡിൻ്റെ ഈ സൈഡിൽ കൂടെ തന്നെ ഒന്ന് വൃത്തിയാക്കിയാൽ കാണാൻ ഏറ്റവും നന്നായിരിക്കും എന്നാണ് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ അധികാരികളുടെ അടുത്ത് നമ്മൾ പറയണത്. ഇപ്പോൾ ചെർക്കിപ്പടി റോഡ് മാത്രം ഉഷാറായിട്ട് കാര്യമല്ല. അപ്പോൾ ഈ നൊട്ടമല കൂടി നിങ്ങളത് ഒന്ന് പിന്നെ ഈ കാടും പൊന്തയൊക്കെ വെട്ടിയിട്ട് വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രി 24 മണിക്കൂർ ഇതിക്കടെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡാണ്. അപ്പോൾ ഈ റോഡിൽ പെട്ടെന്ന് ഈ പുല്ലും പൊന്തി പെട്ടെന്ന് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഈ വല്ല പ്രാന്തന്മാരോ എന്തെങ്കിലുമൊക്കെ ആയിട്ട്, പ്രാന്തന്മാരെന്നല്ല, ഇപ്പോൾ മൊത്തം പ്രാന്തന്മാരാണ്, പക്ഷെ അതല്ല, അത്രയും മാനസികമായിട്ടുള്ള നില തെറ്റിയിട്ട് ഇതിക്കടെ ചിലപ്പോൾ ഈ സൈഡിലൊക്കെ ചിലപ്പോൾ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന കാണാം. അപ്പോൾ അത് ഡ്രൈവർമാർ ശ്രദ്ധിക്കില്ല. അപ്പോൾ അത് വലിയൊരു അപകടത്തിലേക്ക്, ദുരന്തത്തിലേക്ക് നയിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ഈ പൊന്തിയും കാടും ഒന്ന് വെട്ടിയൊരു 10 ഇന്ത്യക്കാരെ വിളിച്ചാൽ മതി, കൂലി കുറച്ച് കമ്മിയായിട്ട് കൊടുത്താലും മതി. അപ്പോൾ അതിനും കൂടിയും കഴിവില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് മണ്ണാർക്കാട് അല്ലെങ്കിൽ എന്ത് കാഞ്ഞിരപ്പുഴ നഗരസഭയാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മണ്ണാർക്കാട് തന്നെയാണ്. പക്ഷേ ഈ മണ്ണാർക്കാട് വളർന്നു വരുമ്പോൾ അതിന് അതിനായിട്ടൊരു പിന്നെ എന്താ പറയുക, ഒരു ആവശ്യകതയായിട്ട് ആരും കാണുന്നില്ല. ആരും എന്ന് പറഞ്ഞാൽ അധികാരികൾ കാണുന്നില്ല. ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. വൈകുന്നേരത്തൊക്കെ വന്നിരിക്കാൻ ഒരു വൈബ് മൂഡാണ്. അത് ക്ലൈമറ്റിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഓരോ ആൾക്കാരും ഓരോ രീതിയിലല്ലേ നമ്മൾ പിന്നെ വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വെട്ടി വൃത്തിയാക്കി കൊടുത്താൽ ഏകദേശം എന്താ പറയുക, കാണാൻ തന്നെ നല്ല അടിപൊളി ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ മണ്ണാർക്കാട് നൊട്ടമല. അതായത് വയനാട് ചുരത്തിൻ്റെ പകുതി എന്നും കൂടി പറയാം, പകുതിയല്ല കാല് എന്നും കൂടി പറയാം. പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയേണ്ട വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കാഞ്ഞിരപ്പുഴ മുനിസിപ്പാലിറ്റി ആകാൻ ചിലപ്പോൾ നിങ്ങൾ ഇത് ഒന്ന് ശരിയാക്കി കൊടുത്താൽ ചിലപ്പോൾ നിങ്ങൾ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയെ പോലെ ആവും. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ യാത്രക്കാർക്ക് ഒരുപാട് വിഷ്വൽസ് കിട്ടും. അത് ഒരുപാട് നമ്മുടെ നാടിനെ മറ്റുള്ളവരിലേക്ക് അറിയിക്കുക എന്ന് മാത്രമല്ലേ ഉള്ളൂ ഓരോ ആൾക്കാരുടെ ഉദ്ദേശം. അപ്പോൾ അതും കൂടി നിങ്ങൾ തടസ്സപ്പെടുത്തരുത് എന്നാണ് എനിക്ക് വിനീതമായിട്ട് ഈ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ അധികാരികളിൽ നിന്ന് പറയാനുള്ളത്. അപ്പോൾ എത്രയോ ആളുകൾ ഇതിവിടെ പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ 2-3 ആളുകൾ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും റീൽസ് ആക്കലൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ അതൊക്കെ ഒന്ന് പരിഗണിക്കണം. അതൊക്കെയല്ലേ നഗരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ നഗരത്തിലേക്ക് വരുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാതെ ഇവിടെയൊക്കെ നിറച്ച് പിന്നെ ഇവിടെ താഴത്തേക്ക് ഇഷ്ടംപോലെ മാലിന്യങ്ങൾ കിടക്കുന്നുണ്ട്. ഇവിടെ ക്യാമറ വെച്ചിട്ടൊന്നും കാര്യമില്ലേ. നമ്മൾ മലയാളിയാണ്. മലയാളി ലോകത്ത് എവിടെ പോയാലും മലയാളിയുടെ ഒരു തനി ഗുണം കാണിക്കാതിരിക്കില്ല. അതിപ്പോൾ ഞാനിപ്പോൾ അത്രയും വലിയ വേദവാക്യം പറയല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തിരുന്നെങ്കിൽ വലിയ ഉപകാരമായി. നല്ല അടിപൊളിയൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇതെല്ലാം ശരിക്കും ഉള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞത്. ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇവിടെ വാഹനങ്ങളിങ്ങനെ പോണതും ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു വൈബ് മൂഡാണ്. അത് നമുക്കൊന്ന് വേറെ തിരിച്ചറിയാൻ തന്നെ വേണം. അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്ത് മനുഷ്യരാണ് എന്നാണ്. അപ്പോൾ നമ്മളങ്ങനെ മെല്ലെ ഇവിടുന്ന് പോവാം. അപ്പോൾ പിന്നെ പുതിയൊരു കാഴ്ച പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഇന്ത്യ വിട്ടു പോകണം എന്നാൽ മാത്രമാണ് നമുക്ക് പുതിയൊരു കാഴ്ച കിട്ടുക. ഈ കേരളത്തിൽ ഒരു കാര്യമില്ല. കേരളത്തിൽ നിന്നിട്ട് ഇവിടുത്തെ ഭരിക്കുന്ന ആൾക്കാർക്ക് പൈസ ഉണ്ടാവുക എന്നല്ലാതെ ഇവരൊന്നും ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതല്ല.
ഇനി ഇറങ്ങില്ല. ഏതൊരു പഞ്ചായത്താണെങ്കിലും ഏതൊരു മുനിസിപ്പാലിറ്റി ആണെങ്കിലും ഏതൊരു വാർഡാണെങ്കിലും അവിടെ ആരാണോ ഭരിക്കണത് അവർക്കാണ് ഇപ്പോൾ കാര്യം. ഇനിയിപ്പോൾ അടുത്ത ഒരു ഗവൺമെൻറ് വരികയാണെങ്കിൽ അവർക്കും അതന്നെ. കാരണം അവർ ചോദിക്കേണ്ട ചോദ്യം, കഴിഞ്ഞ ഗവൺമെൻറ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? അപ്പോൾ ഇനി കേരളം എടുത്ത കടം വീടട്ടെ, എന്നിട്ട് മതി ഞങ്ങൾ ഇനി അടുത്തേക്ക് നോക്കുക എന്നാണ് അവർ പറയുക. അപ്പോൾ ആ പ്രതീക്ഷയും പോയി. അങ്ങനെ പ്രതീക്ഷകളില്ലാത്ത ഒരു ജീവിതമായിരിക്കും ഇനി മലയാളികൾക്ക് ഉണ്ടാവുക. നമ്മൾ ബൈക്ക് വാങ്ങാനും കാറ് വാങ്ങാനും വീട് വെക്കാനും ഒക്കെ നമ്മൾ ലോണും EMI ഒക്കെ എടുത്ത് നമ്മൾ അവസാനം മാനസികമായിട്ട് നമ്മൾ അങ്ങനെ പോവും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടും അത് കൊടുക്കണില്ല. ഇതൊക്കെ എന്നാണ് കൊടുക്കുക? മരിച്ചു കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് എന്താ കാര്യം? ജീവിക്കുമ്പോൾ ആരും കാണാനില്ലെങ്കിൽ ഇവനെ മരിച്ചിട്ട് കൊടുത്തിട്ട് എന്താ പ്രയോജനം? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മലയാളികളുടെ അവസ്ഥ.